നമസ്കാരം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്ന മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്നറിയുന്നത് നാളെയോടെയാകും. കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ അന്തിമ ചർച്ചകൾ നടക്കുകയാണ്. രമേശ് ചെന്നിത്തല വിജിലൻസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കും. 5ഓളം മന്ത്രിമാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, കുണ്ടറയിൽ നിന്ന് ജയിച്ച PC വിഷ്ണുനാഥ്, മുതിർന്ന നേതാവ് K മുരളീധരൻ, AP അനിൽകുമാർ, M ലിജു എന്നിവരുടെ പേരുകളിലാണ് ധാരണയായിട്ടുള്ളത്. സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് ആരൊക്കെ വേണമെന്ന ചർച്ച പുരോഗമിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യവും കണക്കിലെടുത്ത് ബിന്ദു കൃഷ്ണയും ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. വനിതാ പ്രാതിനിധ്യമായി ഷാനിമോൾ ഉസ്മാനും മന്ത്രിയായേക്കും. മറ്റു പേരുകളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെ ചാണ്ടിയുമ്മൻ കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിയതോടെ അദ്ദേഹത്തെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന സൂചന പടർന്നു. യുവാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായേക്കും. ആഭ്യന്തര വകുപ്പ് വേണമെന്നതിനോടൊപ്പം അൻവർ സാദത്തിനെ കൂടി മന്ത്രിയാക്കണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല. അൻവർ സാദത്ത് മന്ത്രിയായാൽ T സിദ്ദിഖിന് മുന്നിൽ സാധ്യതയടയും. ഇന്ന് വൈകിട്ടോടെ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം. ഒറ്റകക്ഷി MLA മാരിൽ CP ജോണിന് മന്ത്രിസ്ഥാനവും മുഴുവൻ ടൈമും ഉറപ്പായി. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും 2.5 വർഷം ടൈമും ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. മന്ത്രിസ്ഥാനം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും വകുപ്പ് ഏതെന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്നും മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജലം അല്ലെങ്കിൽ വനംവകുപ്പ് ആവശ്യപ്പെട്ട RSPയും സമ്മർദ്ദം ശക്തമാക്കി. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന VD സർക്കാരിലെ മന്ത്രിമാരെ നിശ്ചയിക്കാൻ UDF-ൽ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ്. ലീഗ് നേതൃത്വം മുന്നോട്ട് വെക്കുന്ന 5 മന്ത്രിമാരുടെ പട്ടികയും പുറത്തു വന്നു. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള, V ഗഫൂർ അല്ലെങ്കിൽ AKM അഷ്റഫ് എന്നിവരാണ് പരിഗണനയിലുള്ളത്. അതേസമയം പ്രമുഖ നേതാവായ PK ബഷീറിന് ഇത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല എന്നതും ഈ തീരുമാനത്തിലെ ശ്രദ്ധേയമായ കാര്യമാണ്. 5 മന്ത്രിസ്ഥാനങ്ങൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ലീഗ് ഇപ്പോൾ 5-അംഗ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ 5-ാം മന്ത്രി പദവിയുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ 5 പേരെ നിശ്ചയിക്കുന്നതിന് മുന്നണിയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്താനുള്ള ലീഗിന്റെ തന്ത്രപരമായ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു. മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശ ധാരണകൾ ഇതിനകം ആയി കഴിഞ്ഞതായിട്ടാണ് വിവരം. ഉടൻ തന്നെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുമെന്നും വിവരങ്ങളുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത്. ഇടഞ്ഞു നിൽക്കുന്ന KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും VD സതീശൻ അവരുടെ വസതിയിലെത്തി കണ്ടിരുന്നു. തനിക്ക് മുന്നിലെത്തിയ VD സതീശനോട് അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിമാരാക്കണമെന്നതായിരുന്നു ചെന്നിത്തല ആവശ്യപ്പെട്ടത്. ഇരുവരും 4 തവണയാണ് MLA-മാരായി സഭയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്നവരെന്ന പരിഗണന നൽകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതുകൂടാതെ ജോസഫ് വാഴയ്ക്കിന് വേണ്ടിയും ചെന്നിത്തല വാദമുന്നയിച്ചു. വാഴയ്ക്കിന് KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ രാജ്യസഭാംഗത്വമോ വേണമെന്നതായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകാൻ AICC നേതൃത്വത്തിന് അംഗീകാരം വേണ്ടിവരും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി. വെള്ളിയാഴ്ചയും ചെന്നിത്തലയുടെ വീട്ടിലെത്തി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് പിണറായി വിജയനെ കണ്ടിറങ്ങിയ സതീശൻ ചെന്നിത്തല വഴുതക്കാട്ടെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അവിടേക്ക് ചെല്ലുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരടക്കം വലിയ ജനക്കൂട്ടവും എത്തിയിരുന്നു. 25 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ കുറേ സമയം ഇരുവരും മാത്രമായി സംസാരിക്കുകയും ചെയ്തിരുന്നു.